ശേഷം ലീനയുടെ തുടർക്കഥ അന്വേഷിക്കാനായി ബാലുവിൻ്റെ പുറപ്പാട്. താൻ താമസിക്കുന്ന ഹോട്ടലിലെ ജോലിക്കാരനുമായി സൗഹൃദത്തിലായി അടുത്തുള്ള ആശുപത്രികളെക്കുറിച്ചും ഗൈനക്കോളജി ഡോക്ടർമാരെക്കുറിച്ചും തന്ത്രപൂർവ്വം അന്വേഷിക്കുന്നു. അങ്ങനെ മാലതി എന്നു പേരുള്ള ഒരു ഡോക്ടറുടെ നഴ്സിംഗ് ഹോമിലെത്തിയ ബാലു തനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ തന്ത്രത്തിൽ അന്വേഷിക്കുന്നു. 17 വർഷമായി അതേ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന നാണു എന്നു പേരായ അറ്റൻഡറോട് സൗഹൃദത്തിലായ ബാലു സെലീനയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞ് അമ്പരക്കുന്നു. പ്രസവത്തിനായി ആശുപത്രിയിലെത്തുമ്പോൾ താൻ ഗർഭിണിയാണെന്നോ പ്രസവിക്കാൻ പോവുകയാണെന്നോ സെലീന അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. ഭൂതകാലമാണ് പിന്നീട് കാണിക്കുന്നത്. കല്യാണം കഴിഞ്ഞവരല്ലേ പ്രസവിക്കൂ, ഡോക്ടർ കള്ളം പറയുകയാണെന്നും തന്നെ ആരും തൊട്ടിട്ടില്ല എന്നും പറഞ്ഞ് നിലവിളിക്കുന്ന സെലീന. കന്യാമറിയം വീണ്ടും അവതരിച്ചിരിക്കുകയാണെന്നാണോ ഭാവം എന്ന് ഡോക്ടർ പരിഹസിച്ച ശേഷം അച്ഛനോട് 4 മാസമായിട്ടുണ്ടെന്ന് പറയുന്നു. അബോർഷൻ ചെയ്യാൻ വളരെ റിസ്ക് ഉണ്ടെന്നും അറിയിക്കുന്നു. സെലീന വീണ്ടും കരഞ്ഞുകൊണ്ട് ഡോക്ടർ പറയുന്നത് കള്ളമാണ്, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും ആവർത്തിക്കുന്നു. ശേഷം അടുത്ത ഭാഗത്തിൽ